ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം. ദശകം 65. ഗോപീ സമാഗമം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവർത്തകാം സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. അന്വയം അർത്ഥം. അഥ പിന്നീട് ഗോപീജനായ ഗോപികമാർക്കായിക്കൊണ്ട് നിയമാവസാനെ ശ്രീ പാർവതിയെ സങ്കല്പിച്ച് നടത്തിയ വ്രതത്തിൻ്റെ അവസാനത്തിൽ കഥിതം മുമ്പ് പറയപ്പെട്ട മാരോത്സവം മദന ലീലോത്സവത്തെ സാധയിതും സാധിക്കുന്നതിന് വേണ്ടി പ്രവർത്തക തയ്യാറായവനായിട്ട് ത്വം അങ്ങേ സാന്ദ്രേണ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചന്ദ്രമകസ പൂനിലാവ് കൊണ്ട് ശിശിരീകൃതാശേ ദിക്കുകൾ തണുത്തിരിക്കുന്നതായ യമുനാവനാന്തേ യമുനയുടെ തീരത്തുള്ള വൃന്ദാവനിയിൽ മുരളികാം ഓടക്കുഴൽ പ്രാപൂരയ പൂരിപ്പിച്ചു. എന്നിട്ട് ഓടക്കുഴൽ ഊതി. ഹരിവും. സാരം: ഗോപവനിതമാരുടെ കാർത്യായനി വ്രത അവസാനത്തിൽ ഭഗവാനാൽ അവരോടായിക്കൊണ്ട് പറയപ്പെട്ട മദനോത്സവം സാധിക്കുന്നതിനായി ഭഗവാൻ ചന്ദ്രികാപൂർണമായ യമുനാതീരവനത്തിൽ വെച്ച് മുരളീനാദം പുറപ്പെടുവിച്ചു. ഹരിവും. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 3. സമ്മൂർച്ഛനാഭിരുദിതാസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോതരുണ്യാം സത്താദൃശം കമപി ചിത്തവിമോഹമാവൂ. അന്വയം അർത്ഥം. വിഭോ പ്രഭു, അഖിലം എല്ലാം, ഭുവനാന്തരാളം ലോകങ്ങളുടെയും അകം, ഉദിത സ്വരമണ്ഡലാഭി വ്യക്തമായ ഉയർന്ന സ്വരങ്ങളുടെ പ്രയോഗത്തോടു കൂടിയ, സമ്മൂർച്ഛനാഭി ആരോഹ അവരോഹ ക്രമഭേദങ്ങളാൽ, സമ്മൂർച്ഛയന്തം മറ്റൊന്നിലും മനസ്സു പോകാതെ ലയിപ്പിക്കുന്ന, ത്വദ്വേണുനാദം അങ്ങുയർത്തുന്ന മുരളീനാദം, ഉപകർണ്യ കാതിൽ വന്നു മുട്ടി ശ്രവിച്ചിട്ട്, തരുണ്യ ഗോപയുപതികൾ, തത്താദൃശം അതുപോലെയുള്ള, കമപി ഏതോ ഒരു, ചിത്തവിമോഹം മനസ്സിൻ്റെ മയക്കം, ആബുഹു പ്രാപിച്ചു. ഹരിവും. സാരം: ഗോപികമാർക്ക് താരുണ്യം തികഞ്ഞിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഉയർന്ന വേണുനാഥ മാധുര്യത്തിൽ അവർ എല്ലാം മറന്ന് ലയിച്ചിരുന്നു പോയി. അവിടെ അപ്പോൾ ഒരു വികാരവുമില്ല. ഏകാന്ത മധുരമായ ഒരേ ഒരു ആനന്ദത്താലുള്ള ലയം മാത്രം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം